ഹലോ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോയതിൻ്റെ ഷാർജ ഫിഷ് മാർക്കറ്റിൽ പോയതിൻ്റെ വീഡിയോ ആണേ. അപ്പം ഞങ്ങൾ മമ്മിയും പപ്പയും കൂടെ പോകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സാൻ്റെ ഉപ്പയും മമ്മിയും കൂടെ പോകാമെന്ന് പറഞ്ഞിരുന്നിട്ട് പിന്നെ ഞങ്ങളെ കൂടെ ഒക്കെ ഒരുക്കി നമുക്കെല്ലാവർക്കും കൂടെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് രാവിലെ തന്നെ ഞങ്ങൾ പോകാനായിട്ടെല്ലാം റെഡിയായി ലിഫ്റ്റ് ഇറങ്ങി കാർ പാർക്കിങ്ങിന് അവിടോട്ട് പോകുന്നതാണ്. അങ്ങനെ അവിടെ വന്നപ്പം കാറ് കുറച്ച് ദിവസമായിട്ട് എടുക്കാത്തത് കൊണ്ട് ഭയങ്കര പൊടിയൊക്കെ ആയിരുന്നു. അപ്പം എൻ്റെ ഉപ്പ അതെല്ലാം തൂത്ത് എല്ലാം വൃത്തിയാക്കി തുടച്ചിട്ട് പിന്നെ നോഹും മമ്മി അവരെല്ലാവരും അതിനകത്ത് കയറി. പിന്നെ ലൂക്ക് പിന്നെ അതിനകത്തുനിന്ന് കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എല്ലാം വന്ന് പിന്നെ സാൻ്റെ ഉപ്പ അതിൽ കയറി കാറിൽ കയറി. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഞാനും കയറി. അതിനകത്ത് കിടന്നവന്മാർ ഭയങ്കര മമ്മിയിട്ടോണ്ട് ലൂക്ക് ചവിട്ടി മതിക്കുക. പക്ഷെ നോഹ് കാറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പാവം സൈലൻ്റായിട്ട് അവനിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി അവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നോഹ് പാവം പിന്നെ സൈലൻ്റാണ്, പിന്നെ അവനങ്ങ് കിടക്കും. അപ്പം മമ്മി പറഞ്ഞ് മമ്മിക്ക് പണ്ട് അങ്ങനെ ആയിരുന്നു, കാറിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മമ്മി അങ്ങനെ സൈലൻ്റായിട്ടിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഛർദ്ദിക്കുകയൊക്കെ നേരത്തെ ചെയ്യുമായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ വന്ന് കയറി. ഷാർജയിലുള്ളതാണേ. അപ്പം മീനെല്ലാം ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ നാട്ടിൽ ഇത്തിരി ഇങ്ങനെ മീൻ കണ്ടിട്ടില്ല വലിയ. പക്ഷേ അവിടെ നല്ല കാണാൻ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ അക്വേറിയം ഇവന്മാരെ കാണിക്കാനായിട്ട് അപ്പോൾ അക്വേറിയത്തിൽ പല കളറ് മീനുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളും ലൂക്കിനെയും നോഹിനെയും കാണിക്കാനായിട്ട് ഇങ്ങനെ വന്ന് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും നടന്ന് ഞാൻ മീനിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ട് മീനിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം സാൻഡപ്പയും മമ്മിയും കൂടെ അവിടെ മീൻ എടുക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. ഞാനിടയ്ക്ക് വന്ന് മീൻ നോക്കുക, ആ മീനിൻ്റെ വീഡിയോ എടുക്കുക, ഇതൊക്കെ തന്നെ. പക്ഷേ ഏതെല്ലാം സൈസ് മീനുകളാണെന്നറിയോ? ഞാനാണെ നമ്മളങ്ങനെ വലിയ പലതരം മീനുകൾ നമ്മളങ്ങനെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ മത്തി, അയില അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നെ നമ്മുടെ നാട്ടിലെ മീനുകളൊക്കെ അല്ലേ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഭയങ്കര വലിയ മീൻ അതൊക്കെ കണ്ട് പിന്നെ അവർ വാങ്ങിക്കാനുള്ള തിരക്കില്ല. പിന്നെ അവിടെ ഇങ്ങനെ എല്ലാം ഓർഡർ ചെയ്ത് കഴിഞ്ഞ് പിന്നെ പൈസ അടച്ചിട്ടേ അവർ തരത്തുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ പിന്നെ സാൻ്റെ ഉപ്പ പൈസ അടയ്ക്കാൻ അവിടെ ക്യൂ നിന്നപ്പം പിന്നെ ഞാൻ കുറച്ച് ചെമ്മീനും ഒക്കെ ഞങ്ങൾക്ക് വേണമായിരുന്നു. അപ്പോൾ പിന്നെ അവിടെയും വന്ന് അത് നോക്കി, അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഓരോന്നോരോന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിങ്ങനെ വരുക. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ നമ്മുടെ നാട്ടിലെ വരാൽ ഞാനൊന്ന് അവിടെ ജസ്റ്റ് അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് തിരിച്ച് പിന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ടത് ബീഫും ചിക്കനും മട്ടനും ഒക്കെ വേണം. അതുകൂടെ വാങ്ങിക്കാനായിട്ട് അത് അപ്പുറത്തെ സെക്ഷനിലോട്ട് വേറെ സ്ഥലത്താണ്, അതിനകത്ത് തന്നെ വേറെ സ്ഥലം. അപ്പം പിന്നെ ഞങ്ങൾ അവിടോട്ട് പോയി. അവിടെ ഞാനിതെല്ലാം ഓടിച്ചു വിടുവാണ്. എന്നിട്ട് ഞാൻ കുറേ നടന്ന് ഇപ്പുറത്ത് വന്ന് പിന്നെ നോക്കി വരിക. അപ്പോൾ സാറിൻ്റെ പപ്പ അവിടെ നിന്ന് ബീഫ് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഞാനും ലൂക്കും നോഹും കൂടെ ചുമ്മാ അവർ കരഞ്ഞെങ്കിലും എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ വെറുതെ മുന്നോട്ട് കുറച്ചുകൂടെ നടന്നു. അപ്പോൾ ബീഫൊക്കെ വാങ്ങിക്കാനായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞ് അവിടെ ഓർഡർ ചെയ്ത് പറയണം കാര്യങ്ങൾ. അവിടെ പറഞ്ഞ് അവിടെ ഒരു വെട്ടിയൊക്കെ തരണ്ടേ. അങ്ങനെ അവിടെ നിന്നപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവന്മാർ വഴക്കുണ്ടാക്കുമെന്ന് കരുതി ഞാനും മമ്മിയും കൂടെ അവിടെല്ലാം നടന്ന് പിന്നെ ട്രോളിയിൽ കയറ്റി അവന്മാരെ. ഞാൻ മറ്റേ അവന്മാരുടെ ട്രോളിയും കൊണ്ട് ഞാനും പുറകെ നടന്നു. ആ ബീഫെല്ലാം വാങ്ങിച്ച് അവിടെ നിന്നെല്ലാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നടന്ന് ഇനി ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ വേണം. അപ്പോൾ അത് വേറെ സെക്ഷൻ. അപ്പോൾ അതിന് സാൻ്റെ പപ്പ അവിടെ വന്ന് പൈസ എടുക്കണമായിരുന്നു. അവിടെ നിന്ന് പൈസ എടുത്ത് ഫ്രൂട്ട്സിൻ്റെ പച്ചക്കറിയുടെ സൈഡിലോട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. അപ്പം അവിടെ വന്നിട്ട് പിന്നെ സാൻ്റെ പപ്പ പിന്നെ പൈസ എടുത്തിട്ട് വന്ന് പിന്നെ പച്ചക്കറി വാങ്ങിക്കാനുള്ള തിരക്കിലാണ്. അവിടെ പിന്നെ ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കുക എന്നാ വേണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ കുറച്ച് ചീരയും സവോളയും ഉള്ളിയും അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് വേണം. പിന്നെയും കടയിലോട്ട് വരണ്ടേ, മക്കളെയും കൊണ്ടില്ലേ പാടല്ലേ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇവിടുന്ന് തന്നെ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് കണ്ട്. അപ്പോൾ എനിക്ക് പച്ചക്കറിയുടെ വിലയൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഓരോന്നോരോന്ന് അതെല്ലാം വാങ്ങിച്ച് പിന്നെ സാൻ്റെ പപ്പ പൈസയൊക്കെ കൊടുത്ത് അവിടുന്ന് ഞങ്ങൾ തിരിച്ച് അവിടുന്ന് ഇറങ്ങി, പച്ചക്കറിയുടെ അവിടുന്ന് ഇറങ്ങി. ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അവിടുന്ന് ഞാൻ കുറച്ച് ഇങ്ങനെ നടന്നു വരുന്ന വഴിക്ക് കുറേ കടകളൊക്കെ ഉണ്ട്. പക്ഷേ നല്ല രസമാണ് കേട്ടോ. ഷാർജ മാർക്കറ്റ് കാണാൻ കുഴപ്പമില്ല, നല്ലതാണ്. അങ്ങനെ അവിടെ നിന്ന് നടന്ന് പിന്നെ വന്ന് പിന്നെ ജ്യൂസ് വേണമായിരുന്നു മക്കൾക്ക്. ഇത്ര നേരം നടന്നതല്ലേ ക്ഷീണിച്ച്. അപ്പോൾ ഫ്രഷ് ജ്യൂസാണ് കൊടുക്കുന്നത്. ഓറഞ്ച് ജ്യൂസാണ് അവർക്കിഷ്ടം. അത് വാങ്ങിച്ച് ഞാൻ കൊടുത്തു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല.
അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് അത് ഓർഡർ ചെയ്യാനായിട്ട് നിൽക്കുക. അപ്പോൾ ഇവന്മാർ അടങ്ങിയിരിക്കുന്നുണ്ട്. അവന്മാർ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് നല്ല കുട്ടികളായിട്ട് നിൽക്കുക. അപ്പം മമ്മിക്ക് എന്തോ വേണം. അതിന് തൻ്റെ പപ്പയോട് പറയുന്നത് ഇത് വാങ്ങിച്ച് തരണം എന്നൊക്കെ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് വന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ജസ്റ്റ് അവിടെ എല്ലാം ചുമ്മാ ഇങ്ങനെ അതൊക്കെ എന്തൊക്കെയോ സാധനങ്ങളാണ്. പിന്നെ ഞാനും നോഹും ലൂക്കും കൂടെ നിന്ന് ട്രോളിയുടെ അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അവർ ഐസ്ക്രീം വാങ്ങിച്ച് ഞങ്ങൾക്ക് തന്ന് മമ്മിയും നോഹും കൂടെ അത് കഴിച്ച്. ഞാൻ ഐസ്ക്രീം എൻ്റെ കൈ കിട്ടിയ ഉടനെ ലൂക്കിനപ്പം അത് വേണം. അപ്പം നക്കി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തന്നു. അതവൻ സമ്മതിക്കുന്നില്ല. അവന് പിന്നെയും വേണം. പിന്നെയും ഞാനപ്പോൾ അവൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കഴിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് ഒരുപാട് കൊടുത്താൽ തണുപ്പല്ലേ. അപ്പം ഒന്നത് പനി ഒന്നത് തണുപ്പായി ഇവിടെ. പനി എങ്ങാനും വന്നെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് പിന്നെ ഞാൻ എന്നത് പെട്ടെന്ന് കഴിക്കാൻ നോക്കി തീരണ്ടേ. അത് കഴിഞ്ഞ് പിന്നെ സാൻഡോ പപ്പ വെളിയിലോട്ട് ഇറങ്ങി വന്നപ്പം സാൻഡോ പപ്പയുടെ ഇരിക്കുന്നത് വേണം. അപ്പോൾ അത് വേറെന്തോ ഒരു ഇതാണ്. അപ്പം അവനത് വേണം. അത് കൊടുക്കാനായിട്ട് പിന്നെ മടി. പിന്നെ ഞങ്ങൾ ഇറങ്ങി വരുന്ന തിരിച്ചിപ്പോൾ വെളിയിലോട്ട് ഇറങ്ങുക. അപ്പോൾ സാധനമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി പിന്നെ കാറിൽ കയറിയപ്പോൾ അവന്മാർ ഐസ്ക്രീം കണ്ട് വീണ്ടും ബഹളം. അപ്പോൾ പിന്നെ അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ഐസ്ക്രീമിൻ്റെ ആ താഴ്വശത്തെ കോണിൻ്റെ അത് ഒടിച്ച് കയ്യിൽ കൊടുത്തു. അപ്പോൾ അവന്മാർ കുറച്ച് നേരം അത് ചവച്ചൊക്കെ തിന്ന് അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ച് നോഹങ്ങ് കിടന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ക്ഷീണിച്ച് കിടക്കുന്ന ഐസ്ക്രീമൊക്കെ തിന്ന് ക്ഷീണിച്ചതിൻ്റെ ക്ഷീണം കൊണ്ടങ്ങ് പാവം അതങ്ങനെ അങ്ങ് കിടന്നു. അവനല്ലേലും കാറിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എത്താറായി. അങ്ങനെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് സാൻഡോ പപ്പ അവിടെ വന്ന് കാറ് പാർക്ക് ചെയ്യാനായിട്ടെല്ലാം ചെയ്ത് കാറ് പാർക്ക് ചെയ്ത് അത് കഴിഞ്ഞ് ആ സാധനങ്ങളെല്ലാം എടുത്ത് മമ്മിയും മോനും കൂടെ പിന്നെ മുന്നേ അങ്ങ് പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പുറകെ അത് കഴിഞ്ഞ് ലിഫ്റ്റ് കയറി. ലിഫ്റ്റ് നോക്കി നിൽക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ഒന്ന് ഇറങ്ങി വരുമല്ലേ. അപ്പം എന്നാൽ ചുമ്മാ അവിടുന്ന് എടുത്തേക്കാന്ന് ഓർത്തുകൊണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അവിടെ അതിനകത്ത് ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. എന്നാലും ഞാൻ വീഡിയോ എടുത്ത്. അത് കഴിഞ്ഞ് ഇറങ്ങി സാൻഡോ പപ്പ പിന്നെ ഇറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ലൂക്കിനെ എടുക്കണമെന്ന് പറഞ്ഞ് ലൂക്ക് കരഞ്ഞു കൂവി അവിടെ കിടന്നു. പിന്നെ മമ്മി ബാബാന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിച്ചില്ല. പിന്നെ മമ്മി ഒരു വിധത്തിൽ അവനെ സാൻഡോ എടുത്തുകൊണ്ട് പിന്നെ വീട്ടിലോട്ട് വന്ന് കയറി മീനെല്ലാം അവിടെ വെച്ചു. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഷാർജ ഫിഷ് മാർക്കറ്റിൽ പോയതിൻ്റെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. താങ്ക് യു.